അസ്സലാമു അലൈക്കും. അപ്പോൾ ബർത്ത്ഡേ വ്ളോഗ് പാർട്ട് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സിൻ്റെ കൂടെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്ത് വീട്ടിലെത്തി ഹോസ്റ്റലിലേക്ക് പോകാനുള്ള പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കസിനും കാക്കിയും എല്ലാവരും കൂടെ സർപ്രൈസ് ആയിട്ട് കേക്കും പോപ്പറും ബലൂണും ഒക്കെ ആയിട്ട് വരുന്നത്. ഇതൊട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും കൂടെ വന്നപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയായി. പിന്നെ ഇവർ ബലൂൺ വീർപ്പിക്കൽ കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഫോർ ദ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. കാരണം സാധാരണ ഒരു കേക്കിൽ ഒതുങ്ങാറാണ് പതിവ്. ഈ ഒരു കേക്ക് എനിക്ക് ആരോ സർപ്രൈസ് ആയിട്ട് വീട്ടിലേക്ക് ഡെലിവർ ചെയ്താട്ടോ. പക്ഷെ ആരാന്നുള്ളത് എനിക്ക് ഇതുവരെ അറിയില്ല. എങ്ങനെയായാലും അയാളോട് ഒരുപാട് താങ്ക്സ് പറയുകയാണ്. എന്താ ചെയ്യുക, ഒരുപാട് ഫാൻസ് ഉള്ളതല്ലേ, ആരെങ്കിലുമൊക്കെ ആയിരിക്കും. അങ്ങനെ എൻ്റെ 22nd ബർത്ത്ഡേയിൽ രണ്ടാമത്തെ കേക്ക് കട്ടിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കേക്കൊക്കെ കട്ട് ചെയ്തു, എല്ലാവർക്കും വായിലൊക്കെ വെച്ച് കൊടുത്തു. എല്ലാവരും എൻ്റെ വായിലൊക്കെ വെച്ച് തന്നു. ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു. ഒന്നാമത് ഞാൻ ഹോസ്റ്റലിലേക്ക് തിരിച്ചു വരുന്ന സങ്കടത്തിലായിരുന്നു. വീട്ടിൽ 3 ദിവസം ഉണ്ടായിരുന്നെങ്കിൽ കൂടെ എനിക്ക് വീട്ടിലിരിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഫുള്ള് ഓട്ടോ ആയിരുന്നു ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. വീട്ടിൽ മര്യാദയ്ക്ക് ഇരിക്കാതെ തിരിച്ചു പോരുന്നതിൻ്റെ സങ്കടത്തിലിരിക്കുമ്പോഴാണ് ഇവർ കേക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് എന്നെ സർപ്രൈസ് ചെയ്യിച്ചതും ഞാൻ ഒരുപാട് ഹാപ്പി ആയതൊക്കെ. അങ്ങനെ നമ്മൾ ആ 2 കേക്കും കട്ട് ചെയ്തു. അങ്ങനെ ടോട്ടൽ നമ്മളിപ്പോൾ 22nd ബർത്ത്ഡേക്ക് 3 കേക്ക് കട്ട് ചെയ്തു. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കേക്ക് കട്ടിങ് ഇതോടെ തീർന്നു. ഇല്ല ഗൈസ്, ഇനിയും വീഡിയോസ് വരാനുണ്ട്. പിന്നെ ഇവരെല്ലാവരും കൂടെ ക്രീമൊക്കെ വാരി എൻ്റെ മുഖത്ത് തേച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മുഖത്തായതുകൊണ്ട് കുറച്ച് വൃത്തിയാണ്, അതുകൊണ്ട് ഞാനതെടുത്ത് അങ്ങ് കഴിച്ചു. ഇനി ഞാൻ പോയി അടിച്ച് വാരി വൃത്തിയാക്കട്ടെ ഗൈസ്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.